പറയാം. എന്റെ മുമ്പേ അമലിപ്പോ പോകാൻ നിൽക്കാണ്. അമലിന്റെ ഈ ഒരു മുൻകാലത്തെ കുറെ സ്റ്റോറികൾ ഇങ്ങനെ വഴിതെറ്റി 360 ഡിജി അക്കാദമിയിലേക്ക് വന്നു. അങ്ങനെ അമലിപ്പോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അബുദാബിയിലേക്ക്. എന്നാ ടിക്കറ്റ് എടുത്ത്? ചൊവ്വാഴ്ച 19 പിന്നെ ഓരോ സെറ്റായി. പിന്നെ ജിയാദ് കുടിച്ചെടുത്താൽ തുടങ്ങി. പിന്നെ പഠിച്ചാലേ കാര്യം ഉണ്ടാവും. പിന്നെ കുറച്ച് പൈസ ഇട്ട് തുടങ്ങി. പിന്നെ വർക്ക് ചെയ്തായിട്ട് പൈസ ഇട്ട് അങ്ങനെ പൈസ ഇട്ടണമെന്ന് തുടങ്ങിയപ്പോഴാണ് പിന്നെ മനസ്സിലായി ഇതിന് സംതിങ് ഉണ്ട് എന്നുള്ളത്. പ്രീമിയർ പ്രോയും പിന്നെ മോശം ചെയ്യാൻ വേണ്ടിട്ട് ആഫ്റ്റർ എഫക്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ടൈമിൽ വെച്ച് ആകെ അറിയണ കേപ്പ ടൈമിന് റാഷിക്കാരൻ അങ്ങനെ ഒപ്പറ്റുന്നിട്ട് ഇത് രണ്ടും പഠിച്ചെടുത്താണ് ഈ ആഫ്റ്റർ എഫക്ട്. അത് ഫുള്ളായിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പ്രീമിയർ പ്രോ ഫുൾ അറിയില്ല, കുഴപ്പമില്ലാണ്ടായിരുന്നു. പിന്നെ ചെറിയ മോഷൻ വേണ്ടിട്ട് മതിയല്ലോ. ഞാൻ വീഡിയോ എഡിറ്റിങ് കാര്യമായിട്ട് തീരെ ഇരിക്കല്ലേ. വെച്ചാൽ എങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള പോലത്തിലായിരിക്കലായി. എന്തേലും ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. ആരെങ്കിലും ഒരു ക്ലിപ്പ് അയച്ചാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ചോദിച്ചാണെങ്കിൽ ഞാൻ ഷാമിലാണ്. ഷാമില് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ആവും. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പനൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി ഷൂട്ട് ചെയ്ത് പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഇല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ജിയാദിനെ പിടിച്ച് ഇരുത്തുക. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടായിട്ട് അങ്ങനെ എടുത്തുക. അതിന് ശേഷമാണ് പിന്നെ ഇതില് കാര്യമായിട്ട് എടുത്തു തുടങ്ങി. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ചെയ്യാൻ അറിയില്ലേ. ഇപ്പൊ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഒക്കെ കറക്റ്റ് ചെയ്യില്ലേ? എന്ത് അല്ലേ? സ്പെഷ്യൽ ഗസ്റ്റിന്റെ കഥയാണ് പറയാൻ പോണത്. വഴിതെറ്റി വന്ന അമലിന്റെ കഥ. കമോൺ അമൽ. ഓക്കെ അമൽ, എന്താ അമലിനെ കുറിച്ച്? അമലിന്റെ കഥ ഇത് മറ്റേ വല്ലാത്തൊരു കഥയിലുള്ള ഒരു കഥയാണ് അല്ലേ? അമല് വഴിതെറ്റി വന്ന ആളാണ് ഇവിടെ. അപ്പൊ അമല് എങ്ങനെയാണ് ഇവിടെ എത്തിയ അതിന്റെ കാര്യങ്ങളൊക്കെ അമല് തന്നെ പറയാനാണ് നല്ലത്. കാരണം ഞാൻ ആദ്യം +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തി. ഞാൻ ഷാമിലും അപ്പൊ ഡിഗ്രി എടുത്തിട്ട് ഡിഗ്രി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നടക്കൂല തോന്നി. ഒരു നേക്കിട്ടുള്ള ഒരു കോളേജ് വൈബ് ഇട്ടുള്ള. അപ്പൊ പിന്നെ ചെക്കന്മാരൊക്കെ പുറത്തുനിന്ന് പോയി പഠിച്ചിട്ടുണ്ട്. ഈ എറണാകുളം, ബാംഗ്ലൂർ അങ്ങനെ. അപ്പൊ ഞങ്ങൾ ആദ്യം ബാംഗ്ലൂർ പോയൊക്കെ വെച്ച്. ബാംഗ്ലൂര് കുറച്ച് ലോങ് ആയിട്ട് പെരേന്ന് വിടൂല. പിന്നെ ലാസ്റ്റ് കേരളത്തിനുള്ളിൽ തന്നെ മതി. ആദ്യം മോൻ പോയി ഫുള്ള് വന്ന് അന്വേഷിച്ച് അവിടെ മാർക്കറ്റിങ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരിത് മോൻ തപ്പി പിടിച്ച് എറണാകുളത്ത്. മോൻ ആദ്യം പോയിട്ട് അവിടെ പോയിട്ട് കോഡിങ് ആദ്യം ചേർന്ന് അവിടെ. പിന്നെ ഇച്ച് മോൻ പോണ കണ്ടപ്പോൾ ഇച്ച് കമ്പം അല്ലാതെ പഠിച്ചാൽ പോണ ഒരു ഇതിലല്ല പോയത്. അപ്പൊ മോൻ പോണ കണ്ടപ്പോൾ ഞാൻ അവിടെ നാട്ടിൽ ഒറ്റക്ക് ഒരു നേക്കില്ലാത്ത പോലത്തെ അത്രയും കട്ടകളാണ്. ഓന ബജിങ്ങോട്ട് പോരുന്ന പറഞ്ഞപ്പോ ഞാനും പെരയിലിങ്ങനെ കാര്യം ഇത് പഠിച്ചാൽ നല്ല സ്കോപ്പാണ്, കോഡിങ് ആണ്, സംഭവം സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വരുന്നുണ്ടായിരുന്നു അവനോട്. അപ്പൊ ആദ്യമൊക്കെ പെരയിൽ ഫുള്ള് എതിർപ്പ് പോട്ടെ. കാരണം ഞാൻ ഓൽക്കറിയാം എന്റെ സ്വഭാവം വെച്ചാട്ട് ആദ്യം അങ്ങനല്ലേ. ആദ്യം പെരയിൽ പുറത്തേക്ക് ഇറങ്ങാത്തൊരു ഒരുത്തനെ ഒരു +2 +2 വരെ വീട്ടിനുള്ള ഉത്തരനായിട്ട് ഗെയിം കളിച്ച ഒരു PUBG എന്നുള്ള ഒരു മൂഡില് ഫുള്ള് പെരയിൽ പുറത്തിറങ്ങൂലേ. അങ്ങനെ കുടുംബക്കാരുണ്ട് ഒരു കസിന്, അവന്റെ നാട്ടിലാണ് ഷാമിലുള്ളത്. അപ്പൊ പറഞ്ഞ ഈ ചങ്ങായി പെര കുത്തനായിട്ട് ഇങ്ങനെ ഫുള്ള് റൂമിന്റെ ഉള്ളിൽ തന്നെ ഒരു ആകെ ഭ്രാന്താന്നുള്ള വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഓന്റെ ഇറങ്ങിയത്. അങ്ങനെയാണ് ഷാമിൽ വെച്ചിട്ടേ. അങ്ങനെ ഷാമില് കിട്ടിയത് അങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കൊച്ചി പോയി. അപ്പൊ പെരയിൽ ഫുള്ള് എതിർപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ പോയി ഫുള്ള് കോഴ്സൊക്കെ ഇന്നവിടെ ചേർത്തി. അപ്പൊ അവിടെ കോഡിങ് നിർത്തി. കോഡിങ് അവനോട് നടക്കൂല എന്ന് പറഞ്ഞിട്ട് വേറെ നല്ലൊരു പരിപാടി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ മാർക്കറ്റിംഗ് ആ ഇതിൽ കേറുന്ന ഞങ്ങള്. അപ്പൊ ഞാനവിടെ പോയി ചേർന്ന്. മാർക്കറ്റിംഗ് ഡിസൈനിങ് അല്ല, ഡിസൈനിങ് ഒരു ക്യാൻ പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു ബേസ് കാര്യങ്ങളുണ്ട്. മാണി പഠിച്ചാൽ പോലത്തെ അങ്ങനത്തെ. എന്നിട്ട് ക്ലാസ്സിലൊന്നില്ലേലും കുഴപ്പമില്ല. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ ക്ലാസ്സിന് പോകാനില്ല. കാരണം ആദ്യം നമ്മളെന്ന് വിചാരിച്ചു പോണ ടൈമിൽ തന്നെ പണി എടുക്കുക, അതിന്റെ ഒപ്പം
ക്ലാസ്സിന് പോകാന്നുള്ള ആ മെന്റാലിറ്റി. പിന്നെ പെരക്കാരും പറയിപ്പിച്ചായിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ മെന്റാലിറ്റി കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോകാൻ, എന്നിട്ട് അവിടെ പോയിട്ട് സ്വിഗ്ഗിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓടാന്നുള്ള. ആ പക്ഷെ ഒരു പരിപാടി നടന്നിട്ടില്ല. അപ്പൊ ഇവ ഓടോടത്ത് സീരിയസ് ആയിട്ട് അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗി ഓടാന്നുള്ള വിധത്തില് അങ്ങനെ പെരയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പൈസ തരണ്ട, പൈസ ഞാൻ അവിടെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണേ. ലാസ്റ്റ് അവിടെ പോയിട്ട് പണി എന്നുള്ള മെന്റാലിറ്റി ഒക്കെ പോയി. രാവിലെ മൊത്തം ഉറക്കോ, പകല് മൊത്തം ഉറക്കോ, ക്ലാസ്സിന് പോകാതെ. ആദ്യം കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ഒരു പോയിന് ക്ലാസ്സിന്, പിന്നെ ഫുള്ള് ലീവ് ആക്കലായി. നീച്ചാൽ തോന്നൂല, പകല് മൊത്തം ഉറങ്ങുക, എന്നിട്ട് രാത്രി തെണ്ടി എടുക്കുക, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ അങ്ങനെ ഒരു ക്ലാസ് കോഴ്സ് തീരാറായി ഞങ്ങളുടെ. ഞങ്ങൾ ആകെ 3 മാസത്തെ കോഴ്സാ. അതിൽ ഒരു കൊല്ലത്തിന് അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പെരക്കാര് ചോദിച്ചല്ലോ എത്താളുള്ള വിധത്തില്. അങ്ങനെ അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ആയി. നാട്ടിൽ പോന്റെ അവസ്ഥ ചെറുതായിട്ട് പോലീസ് പിടിച്ചതാ അവിടെ. അങ്ങനെ ഡ്രഗ്സ് ഒന്നല്ല, അറിയാതെ ഒരൊറ്റ ബുദ്ധി, ഒരൊറ്റ ബുദ്ധിയില് നമ്പർ പ്ലേറ്റ് ആറ്റില് അങ്ങനെ നാട്ടിൽ വന്ന്. പിന്നെ പെരയിലൊരു സ്വൈര്യം ഇല്ലാതെ അയച്ച് എത്തിയത് ഒരു പണിക്കായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എറണാകുളത്ത് പെരക്കാര ഇതായിട്ട് ഇവിടെ പിന്നെ പെര ഇരിക്കലായി. അമ്മമാര് ഫുള്ള് സീന്. അമ്മമാരൊക്കെ ആദ്യം പോണേ എതിർപ്പൊന്നും പറഞ്ഞില്ലേ. ഞാൻ കൊച്ചി പോയപ്പോ ഫുള്ള് അമ്മമാര് എതിരായി, എല്ലാരും എതിരായി. പിന്നെ എന്റെ വടക്കുമുറി കൊണ്ട് ശ്യാമിലെ ബഡ്ജറ്റ് എടുത്ത കസിന് ഓനെന്നെ ഇവിടെ തപ്പി പിടിച്ചത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവന് ഇങ്ങനെ 360 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമ്മളൊന്ന് അവിടെ പോയേക്കാണ്. അങ്ങനെ ഞാനും ഓനെ ആദ്യം ഇങ്ങോട്ട് വന്നേ. ശ്യാമിലല്ല, ഞാനും വേറൊരു കസിൻ ഉണ്ട്. ഞാനും ഓനെ ആദ്യം വന്നേ. അപ്പൊ ഞാൻ ഇവിടെ ഫുൾ അന്വേഷിച്ച് പോയി. അതിനുശേഷം ശ്യാമിലൂടെ വന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമ്മളിവിടെ ചേരെല്ലാം ചേർന്ന് നോക്കാനാണ്. ഇവിടെ ആദ്യം വന്നപ്പോഴും ഒരു ഇതല്ലേ, ഒരു എൻജോയ്മെന്റിന്റെ ഭാഗത്തിലാണ് ഞാനും ഓനും വന്നേ. അവിടുത്തെ അതേ ലൈഫ് സ്റ്റൈൽ തന്നെ ഇങ്ങനെ തോന്നുന്ന ടൈമിൽ ഇങ്ങനെ കയറി വരിക ക്ലാസ്, അങ്ങനത്തെ അതേ മതി. പൈസ ഇട്ട് അങ്ങനെ പൈസ കിട്ടണമെന്ന് തുടങ്ങിയപ്പോഴാണ് ഇതിന് മനസ്സിലായി ഇതിന് സംതിങ് ഉണ്ട് എന്നുള്ളത്. പൈസ അതോ ഇത് നമ്മള് ലേൺ ടു ഏൺ ആണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഠിക്കുകയാണല്ലോ. അപ്പൊ പൈസ ഉണ്ടാക്കാൻ ചെറിയ രീതിയിൽ ആ സമയത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്നല്ലേ? ജിയാദാണ് പിടിച്ചെടുത്തിയത്. അല്ലെങ്കിൽ ഞാൻ തോന്നിയ മാതിരി ഇങ്ങനെ നടന്നുപോയി. ഞാൻ തെണ്ടി തിരിഞ്ഞപ്പോ ഈ പിന്നെ ഇവിടെ ഫസ്റ്റ് വന്ന സമയം ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് വന്ന് സംസാരിച്ച സമയങ്ങളോ കാര്യങ്ങളോ? ഫസ്റ്റ് വെച്ചാണ് ഫാരിസിന്റെ ഒപ്പം പഠിച്ചത് ബാച്ച് ചെയ്യും. ഏത് ബാച്ച്? ഖത്തർ. ഓന്റെ ബാച്ച് ചെയ്യും. ഓനെ ചെറിയ പരിചയം. അപ്പൊ പിന്നെ ഞങ്ങൾ 3 ആളായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ യാസറിനെ കിട്ടി. അങ്ങനെ 4 ആൾ ഒരു ഗ്യാങ്ങായി. പിന്നെ അക്കനെ കിട്ടി. അങ്ങനെ ഒരു ഗ്യാങ് മാതിരി 4-5 ആൾക്കാർ. അപ്പോ പിന്നെ ഇവിടെ ഒരിക്കലും മറക്കാത്തൊരു മുഖമായിട്ട് ആരാ പോവാൻ പറയാൻ പറ്റാ? ജിയാദിനെ തന്നെ അല്ലേ? ജിയാദ് എന്താ ചെയ്തെന്ന് എന്റെ മുമ്പ് നമ്മൾ പറയാം. എന്റെ മുമ്പേ അമലിപ്പോ പോവാൻ നിൽക്കാണ്. അമലിന്റെ ഈ ഒരു മുൻകാലത്തെ കുറെ സ്റ്റോറികൾ ഇങ്ങനെ വഴിതെറ്റി 360 ഡിജി അക്കാദമിയിലേക്ക് വന്നു. അങ്ങനെ അമലിപ്പോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അബുദാബിയിലേക്ക്. എന്നാ ടിക്കറ്റ് എടുത്തത്? ചൊവ്വാഴ്ച 20 പോലീസല്ലേ? ഓക്കെ. അമല് അങ്ങോട്ട് വീഡിയോ എഡിറ്റിംഗ്, ഡിസൈനിങ്, പ്രധാനമായിട്ട് വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുക. അപ്പൊ അമലിന്റെ ഒരു വലിയൊരു കഥ അപ്പുറത്തുണ്ടെങ്കിൽ കൂടി ഇപ്പൊ ആ ഒരു കഥ ലേൺ ടു ഏൺ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ് അവളുടെ കഥ. വല്ലാത്തൊരു കഥ തന്നെയാണ്. ഒരുപാട് കാലം പിന്നെ എറണാകുളത്ത് പോയിട്ട് കുറെ അന്തവിട്ട് നടന്ന് തെണ്ടി തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് ജിയാദ് പിടിച്ച്. അതെ അതെ, ജിയാദാണ് ഇവിടെ ലാസ്റ്റ് എനിക്കൊക്കെ പണി കയറി. പിന്നെ ഇവിടെ ഒരു ഫാമിലി മാതിരി എന്നുള്ള പോലത്തെ ഇതായി. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. ഇവിടുത്തെ പറയുമ്പോ എല്ലാവരും ഒക്കെ ഒരു എനിക്ക് ഉൾക്കൊള്ളാൻ ഒരു വൈബുള്ള പോലത്തെ ആൾക്കാരെ ഉള്ളത്. ആദിലാണെങ്കിലും ജിയാദൊക്കെ ആണെങ്കിലും ജിയാദൊക്കെ ഒരു പ്രായത്തിന് ഒരു ഒന്നാണ് റാഷിക പ്രായത്തിന് കുറച്ച് മൂത്താണ്. പക്ഷെ മൂപ്പരും നമ്മളൊരു പക്വതയില് നമ്മളൊരു ചെക്കന്മാരെ വൈബില് ഇങ്ങനെ ഉൾക്കൊള്ളാം. അപ്പൊ നമുക്ക് ഓക്കെ നിൽക്കും. ഇവിടെ ഫുള്ള് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു സങ്കടം ഉണ്ടോ? വല്ലാത്ത സങ്കടം ഉണ്ടാകും. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അമല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഞങ്ങളെ ടെറപ്പിലെ ഞങ്ങളെ നായകനാണ് അവല്. 5-6 ഇന്നും ഇന്നുണ്ടല്ലേ? ഇന്നുണ്ട്. 5-6. ഇന്ന് സ്റ്റാഫ് സ്റ്റുഡന്റ് കുഴപ്പമില്ല, അത് നോക്കട്ടെ. കൊട്ടാക്കാറ് ഞാനാണ് ഇത് കേട്ടോ, ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഞാൻ, കോച്ചാക്കരുത്, കൊച്ചാക്കരുത്. പിന്നെ അമല് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ ആ ഒരു സെഗ്മെന്റിലേക്കാണ് അബുദാബിയിലേക്ക് പ്ലേസ്ഡ് ആയിട്ടുള്ള അങ്ങോട്ട് പോകുന്നത്. വൺ ഓഫ് ദി ലീഡിംഗ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഫേമാണ് അഡോൺ ഇന്റീരിയേഴ്സ് ആൻഡ് ആർക്കിടെക്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. പിന്നെ നമ്മളൊരു സുഹൃത്തും കൂടിയാണ് ബാസിലാണ് മൂപ്പരടുത്തേക്കാണ് പോകുന്നത്. എല്ലാവിധ വിജയാശംസകളും. അവിടെ പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാനും നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനും പേഴ്സണലി ആൻഡ് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാനും കഴിയുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എഡിറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് പിന്നെ പ്രധാനമായിട്ട് വീഡിയോ എഡിറ്റിംഗിൽ എന്തൊക്കെയാണ് ചെയ്യല്? വീഡിയോ എഡിറ്റിംഗില് മീൻസ് ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യല്? ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ക്യാപ്കട്ടാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പ്രീമിയർ പ്രോയും പിന്നെ മോശം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ എഫക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ വരുന്ന ടൈമിൽ വെച്ച് ആകെ ഇവിടെ അറിയണത് ക്യാപ്കട്ട്. പിന്നെ ആശിക്കാലം ഒപ്പിരുന്നിട്ട് ഇത് രണ്ടും പഠിച്ചെടുത്താണ് ഈ ആഫ്റ്റർ എഫക്റ്റ്. അത് ഫുള്ളായിട്ട് എനിക്ക് അറിയൊന്നുമില്ല, എന്നാലും ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പ്രീമിയർ പ്രോ ഫുൾ അറിയാം, കുഴപ്പമില്ലാണ്ട് അറിയാം. പ്രീമിയർ പ്രോ തന്നെ അറിഞ്ഞാൽ മതി. പിന്നെ ചെറിയ മോഷന് വേണ്ടിയിട്ട് മതിയല്ലോ പ്രൊഡക്ട്സ്. ഓക്കെ. അപ്പോൾ ആ ഒരു പിന്നെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു നീഷ് സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെന്റ് ആണ് അവർക്ക് ഒരു 80% വരുന്നത് കമ്പനിക്ക്. പിന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയതല്ല, അതിന്റെ കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിൽ അത് തുടങ്ങാൻ കാരണം ഷാമിൽ പറഞ്ഞിട്ടാ. ഞാൻ ആദ്യം ഒരു ഇവിടെ എപ്പോഴും ഓഫീസ് വന്നിരിക്കുക, ഇവിടെ ചിരിച്ചു. അത് ഓൻ പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടിരുന്ന അത് എങ്ങനെയെങ്കിലും ഒരു വൈറലായിട്ടുള്ള പോലത്തെ ചിലപ്പോ എനിക്ക് ഇനിയിപ്പോ എനിക്ക് തന്നെ കണ്ടിരിക്കാലോ. അപ്പൊ അങ്ങനെ ഓ പറഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നാട്ടുത്തോലും അല്ലെങ്കിൽ ഇവിടുത്തോലൊക്കെ ചെറിയൊരു കളിയാക്കല്ലോ, പക്ഷെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ആദ്യം സപ്പോർട്ട് ഫുള്ള്. അപ്പൊ നാട്ടുത്തോലും ഞാൻ വിചാരിച്ചില്ല, നാട്ടുത്തോലൊക്കെ കളിയാക്കുക, നാട്ടുത്തോലും നാട്ടുത്തോന്റെ അങ്ങന്മാരാണെങ്കിലും ഫുള്ള് സപ്പോർട്ട് ചെയ്യും ചാനൽ തുടങ്ങി. ഒരാളൊരു എതിർപ്പ് തന്നെയല്ലോ, ഇവിടുത്തോരാണെങ്കിലും ഞങ്ങളാണെങ്കിലും കൂടി ഫുൾ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അത് പറയാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓവർ ടാലന്റേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വൈറലാവും ഒരു ദിവസം. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ്, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന സമയത്ത് ഒരു വർഷം വരെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതെ, അത് അങ്ങനെ ചെയ്ത് പിന്നെ അതൊരു ഡോക്യുമെന്റ്. ഇപ്പം നിലവിലെ ഒരു സാഹചര്യത്തില് പിന്നെ ഇപ്പത്തെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഞാനാണെങ്കിലും അമലാണെങ്കിലും ആദിലാണെങ്കിലും വേറെ ആരാണെങ്കിലും നമ്മളെ നിരന്തരമായിട്ട് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നമ്മളെ പിന്നെ കരിയർ ഗ്രോത്തിനും അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ഗ്രോത്തിനൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ നിരന്തരമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊത്തിക്കൊണ്ടാൻ ആര് വരും? ലോകത്തിന്റെ വിവിധ ആൾക്കാർ വരുന്നുള്ളതാണ്. ഇനി അവിടെ പോയിട്ട് അബുദാബിയിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്ത് ഇത് നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും അഡ്വൈസുകൾ പറയാനുണ്ടോ? വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പഠിച്ചെടുക്കാനാണ് കുറെ ചെയ്യാന്നുള്ളത്. കുറെ ടൂൾസ് ആണെങ്കിലും അതിൽ ഇരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പറഞ്ഞുകൊടുത്താൽ അങ്ങനെ അറിയില്ല, പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ? അതിൽ ടൂൾസ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാനാണ്. ക്യാപ്കട്ട് വെരി ഈസി അല്ലേ? പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു പിന്നെ വലിയൊരു ശതമാനം ആളുകളും ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രീമിയർ പ്രോ നിരന്തരമായിട്ട് ചോദിച്ചാൽ, അതെ അതെ അതെ, ഒരു കമ്പനിയിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ പ്രീമിയർ പ്രോ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ എന്താണ് പ്രൊഫഷണലി നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഡിസൈനിങ് എങ്ങനെയാണ്? ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതെ അതെ. ഓവർ ടാലന്റേഴ്സിന്റെ അമലിന്റെ ഡിസൈനിങ് അറിയണമെങ്കിൽ ഓവർ ടാലന്റേഴ്സിന്റെ എന്ത് നോക്കിയാൽ മതി? തംബ്നെയിൽ നോക്കിയാൽ മതി. തംബ്നെയിൽ തന്നെ പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് അറിയാതെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ചോദിച്ചാല് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്
നമ്മൾ പോലും അറിയാതെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറെ സ്കില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോ എഡിറ്റിങ് ഞാൻ കാര്യമായിട്ട് തീരെ ഇരിക്കല്ലേ, എങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള പോലത്തിലായിരിക്കലായി. എന്തേലും ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നുമില്ല, ആരെങ്കിലും ഒരു ക്ലിപ്പ് അയച്ചാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ചോദിച്ചാണെങ്കിൽ ഞാൻ ഷാമിലാണ്, ഷാമിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ആവും, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അപ്പനൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി ഷൂട്ട് ചെയ്ത് പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഇല്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ജിയാദ് എന്നെ പിടിച്ച് ഇരുത്തുക, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടായിട്ട് അങ്ങനെ എടുത്തത്. അതിന് ശേഷമാണ് പിന്നെ ഇതില് കാര്യമായിട്ട് എടുക്കൽ തുടങ്ങിയത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഡിസൈനിങ്ങിലും തീരെ അറിയില്ലേ. ഇപ്പൊ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഒക്കെ കറക്റ്റ് ചെയ്യില്ലേ? എന്ത് അല്ലേ അതൊക്കെ, എന്ത് പുഷ്പം പുഗ്. പിന്നെ 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 നമ്മളെ ചെറിയ സ്ഥാപനമായ ഈ 360 ഡിജി അക്കാദമിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചാണ്. 360 പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ആണ് ഷാക്കിർക്കാണ്. അല്ല ഷാക്കിർക്കാണ് പൊക്കി വരല്ല, കാരണം ഷാക്കിർക്ക് എല്ലാവരും ട്രീറ്റ് ചെയ്യണ പോലെ രണ്ടുകൂടെയാണ്. പിന്നെ പഠിച്ചാളുടെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഇവിടെ മുകളിലാണെങ്കിലും ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് എല്ലാവർക്കും. അതേമാതിരി അയച്ചു കിട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ചെയ്യാണ്. എല്ലാരും ഒരു നല്ല നിലയിൽ എത്തിയല്ലോ. അപ്പൊ ഷമാസ് ആണെങ്കിലും യാസർ ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെ ഈ പൂവാണ് കല്യാണത്തിന് നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ. അപ്പൊ ഈ പോയിട്ട് ഏതായാലും നാട്ടിൽ വന്നിട്ട് നല്ലൊരു കുട്ടിനെ പിന്നെ സെറ്റ് ആവാനുള്ള ഒരു തൊഫിയും കൂടി ഉണ്ടാവട്ടെ. പിന്നെ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയകളൊക്കെ എത്ര കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നീട് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അമലിന്റെ കഥ ഇത്രയൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്, കുറെ പറയാനുണ്ട്. അമലിന് തിരക്കാണ്. അമൽ തന്നെ ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. ഒരു അറ്റ് ദി സെയിം ടൈം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യും, ഡിസൈൻ ചെയ്യും, പിന്നെ ഓവർ ടാലന്റേഴ്സിന്റെ ഷൂട്ടിങ് നടക്കും. അമൽ എന്ന് പറഞ്ഞാല് അമല് നല്ലൊരു മോനാണ്. നല്ല മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമലിനെ കുറിച്ച് ഞാൻ പറയാണ്, അങ്ങനെ പൊക്കി പറയല്ല. അമല് പിന്നെ സംഗതി കുറച്ച് നേരം വൈകിയായിട്ട് വരികയാണെങ്കിൽ കൂടി ആള് ഒരുപാട് വർക്കുകൾ ഓരോ ദിവസവും കംപ്ലീറ്റ് ആക്കുന്നുള്ളതാണ്. വീഡിയോ എഡിറ്റിങ്, ഡിസൈനിങ്, അതിൻ്റെ ഇടയിൽ കൂടി ഷൂട്ടിങ്, മറ്റേ മറിച്ചൊക്കെ. അമൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്കൊരു വിഷമമാണ്. നമ്മളെ നല്ല നല്ല വീഡിയോകൾ ആരാണ് ഇത് ചെയ്തു തരാനുള്ളത്. അതിനൊരു പകരക്കാരനെ നമ്മൾ അൻഫാലിനെ അമലിനോട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അവൾ ഇത്രത്തോളം ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും 19-ന് അമൽ ഇവിടുന്ന് 20-ന് അമൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് അമലിന് നല്ലൊരു പകരക്കാരനാവാന് അൻഫാലിനെ കൈമാറാട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അമലിന് എല്ലാവിധ ജീവിതത്തിലും അതേപോലെ കരിയറിലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അമലിന് പിന്നെ ഇവിടെ വന്നിട്ട് 360-ൽ വന്നിട്ട് നമ്മളൊരു രീതി എന്ന് പറഞ്ഞാൽ ലേൺ ടു ഏൺ, പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രക്രിയ, ആ ഒരു ജേണി സക്സസ്ഫുള്ളി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അല്ലേ നടന്നില്ലേ? ലേൺ ടു ഏൺ എന്ന് പറയുന്ന ഒരു യാത്രയിൽ ആ സംഗതി നടന്നില്ലേ? സംഗതി നടന്നിട്ടുണ്ട് എന്നാണ് അമലും പറയുന്നത്. ഏതായാലും വളരെ സന്തോഷം. പിന്നെ അമലിന് GCC-യിൽ UAE അബുദാബിയിൽ പോയതിനു ശേഷം നല്ല ജോലി ഒക്കെ ഉണ്ട്. അപ്പം നല്ല ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും പിന്നെ നാട്ടിൽ വന്നിട്ട് അമ്മൻ്റെ കുടുംബക്കാരെയും കൂട്ടുകാരെയും പാവപ്പെട്ട ആൾക്കാരൊക്കെ സഹായിക്കാനൊക്കെ അങ്ങനെ കഴിയുന്നതാവട്ടെ. നല്ലൊരു നാട്ടിലൊക്കെ വന്നിട്ട് നല്ലൊരു കല്യാണമൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം കൂടി അമലുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനം അതിൻ്റെ പേര് ഓക്കെ.